ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്ന് സഭയായിട്ട് കൂടി വന്നപ്പോൾ പുതിയതായിട്ട് ചിലർ കൂടെ സ്നാനപ്പെടാനായിട്ട് ദൈവം ഒരു അവസരം ആ നിലയിൽ നൽകിയല്ലോ. 7 പേര് സ്നാനജലത്തിലെ കർത്താവിനെ സാക്ഷിച്ചു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ കാണാനും അതിൽ അവരോട് ആ നിലയിൽ അവരെ സ്നേഹിച്ചും അവരുടെ പ്രിയപ്പെട്ടവർ ചിലർ വന്നു. എല്ലാവരോടും ഒന്നിച്ച് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നോക്കാം. അതിനുശേഷം കർത്തൃമേശയും ഉണ്ടല്ലോ. അതിൻ്റെ 28-ാമത്തെ അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അവസാന അധ്യായമാണ്. അതിൻ്റെ അവസാന വാക്യങ്ങൾ 18 മുതലുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതായിട്ട് ഇവിടെ മത്തായി ആദ്യ സുവിശേഷകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ വാക്കുകളാണ് ഇത് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നിട്ട് എന്ത് വേണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഇത്രയും പറഞ്ഞിട്ട് പിന്നെയും ഒരു വാഗ്ദാനം പറയുകയാണ്: ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ നോക്കുക, അതിൻ്റെ 18-ാമത്തെ വാക്യവും ഒടുവിലത്തെ ആ ഭാഗവും രണ്ടും നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യങ്ങളാണ്. എന്താ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? സകല അധികാരവും കർത്താവിനാണ്. സകല അധികാരവും, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും കർത്താവിനാണെങ്കിൽ കർത്താവിൻ്റെ മക്കളായ നമുക്ക് എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ? ഒന്നും ഭയപ്പെടാനോ ഒന്നും പേടിക്കാനോ ഇല്ല. കർത്താവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൈയാളുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ലോകത്ത് മറ്റ് പലരുമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ക്രിസ്തീയതയ്ക്കെതിരെ പല നിലയിലുള്ള ഭീഷണികളും പീഡനത്തിന്റെ വാർത്തകളും ഒക്കെ വരുമ്പോൾ, അയ്യോ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ എങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കും എന്നൊക്കെ ഒരു പേടിയോ ഒരു സംശയമോ നമ്മൾ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്താ പറയാവുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും ആരുടേതാ? ദൈവത്തിൻ്റെതാ. ഈ ദൈവം ആരാ? നമ്മുടെ സ്വർഗീയ പിതാവാ, നമ്മുടെ അപ്പനാണ്. നമ്മുടെ പിതാവിനാണ് സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും. ഇത് അറിയാതെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന ആ വചനം നമുക്ക് വലിയ ധൈര്യവും വലിയ ഉറപ്പും വലിയ ആ നിലയിലുള്ള ഒരു കുലുക്കമില്ലാതെ ജീവിക്കാനുള്ള വലിയ വിശ്വാസവും നമുക്ക് നൽകണം. ഇവിടെ ഇതാ കർത്താവ് ഇത് പറയുന്ന രംഗങ്ങൾ ഓർക്കണം. 11 ശിഷ്യന്മാര് അവര് കർത്താവിന്റെ ഉയർപ്പിന് സാക്ഷികളായി. കർത്താവ് 40 ദിവസത്തോളം അവരോട് കൂടെ പല രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പലതും അവരോട് പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് പറയുക, ഞാൻ പോവുക എന്ന് പറയുക. അപ്പൊ ഇവരെ സത്യത്തിൽ ആകെ വിഷമിച്ചു. കാരണം കർത്താവ് പോയി കഴിഞ്ഞാണ്, പെന്തക്കോസ്ത് നാളിലാണ് ഇവർക്ക് പരിശുദ്ധാത്മാവിൻ്റെതായ ആ ധൈര്യവും ഉറപ്പും ആ ബലവും ഒക്കെ ലഭിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇപ്പോഴുള്ള ആകെയുള്ള ബലം ആരാ? കർത്താവാ. കർത്താവ് ഉള്ളപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. കർത്താവ് കൂടെ ഇരിക്കും,
എതിര് വല്ലതും വന്നാലും കർത്താവ് കൈകാര്യം ചെയ്തോളും. ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ അതിന് മറുപടി കർത്താവ് പറഞ്ഞോളും. എല്ലാം കൊണ്ടും കർത്താവ് ഉള്ളപ്പോ ഈ ശിഷ്യന്മാർ വളരെ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഇപ്പൊ കർത്താവ് പറയുന്നു ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോ സത്യത്തിൽ അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഭയമുണ്ട്, പേടിയുണ്ട്. അതറിയാവുന്നത് കൊണ്ട് കർത്താവ് ആദ്യം അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ് പറയുന്നത്. എന്താ അത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് തുടർന്ന് ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് എന്തോ ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ട് ലോകമെങ്ങും പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അതുപോലെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും ഉപദേശിച്ചു. ആളുകളെ ശിഷ്യരാക്കി കൊണ്ട് ആ നിലയില് മുന്നോട്ട് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് അത് അവസാനിക്കുമ്പോഴും അവർക്ക് ആശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ഒരു കാര്യമാണ് പറയുന്നത്. എന്താ? ഞാൻ നിങ്ങളെ വിട്ട് പോവുകയാണ്, ഇനി നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പേടിക്കണ്ട. എന്താ പറയുന്നത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നൂടെ പറഞ്ഞു. ചില പലഹാരങ്ങളൊക്കെ അതിൻ്റെ നടുക്ക് അല്പം എരിയുള്ള കാര്യങ്ങൾ വെച്ചാലും അതിൻ്റെ മുകളിലും താഴെയും മധുരമുള്ള സാധനങ്ങളൊക്കെ വെക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ മുകളിൽ എന്താ? സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ധൈര്യത്തിന്റെ വചനം. ഒടുവിൽ എന്താ? നാൾതോറും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ എല്ലാ നാളും എന്നുള്ളത് ഇംഗ്ലീഷിൽ ഒരു വിവർത്തനത്തില് ഓരോ ദിവസവും എന്നാണ്. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും തന്നെയാണ്. എന്നാലും ഈച്ച് ഡേ, ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോ നമ്മളോട് കർത്താവ് പറയുക, ഈ വചനത്തിലൂടെ പറയുക, ഇന്നത്തെ ദിവസം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, മകനെ മകളെ പേടിക്കണ്ട. അപ്പൊ നോക്കുക, രണ്ട് ഉറപ്പുകളുടെ ഇടയ്ക്കാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? നമുക്കൊരു കൽപ്പന തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണ്ട. കർത്താവ് എപ്പോഴും ഈ ഭൂമിയില് ശിഷ്യന്മാരെയോ ആരെയെങ്കിലും അഭിമുഖീകരിക്കുമ്പോ ആദ്യം പറയുന്ന വാക്ക് എന്തായിരുന്നു? ഭയപ്പെടണ്ട. സത്യത്തിൽ ഇന്നും നമ്മളോടും ആദ്യം പറയുന്നത് അത് തന്നെ. സഹോദര സഹോദരി, ഭയപ്പെടണ്ട. കാര്യം എന്താ? നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം, നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് പല പേടികൾ വരും. പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ, വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളക്കരയിൽ തന്നെ പല നിലയില് വിശ്വാസത്തിനെതിരെ പകല കാര്യങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും, മുന്നോട്ട് എങ്ങനെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണ് എന്നൊക്കെയുള്ള പേടികൾ വരാം. കർത്താവ് ഇതറിയാവുന്നതുകൊണ്ട് കർത്താവ് ഇതാ ഇന്ന് നമ്മളോട് പറയുന്നു, ഭയപ്പെടണ്ട, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണ്. അത് മാത്രമല്ല, ഞാന് ലോകാവസാനത്തോളം ഓരോ ദിവസവും നിങ്ങളോട് കൂടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ ഉറപ്പ് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയട്ടെ, പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നിങ്ങളെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. പക്ഷെ നിങ്ങൾ എന്തല്ല? ഒറ്റയ്ക്കല്ല. അയ്യോ, ഞാൻ കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ചു, ഇതുപോലൊരു സഭയിലാ വരുന്ന, ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ ഒക്കും? ഇതുപോലെ വല്ലതും എനിക്ക് ജീവിക്കാൻ കഴിയുമോ? എന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഞാൻ എത്ര ദുർബലനാണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. സഹോദരന്മാരൊക്കെ എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷകളാ വെച്ച് പുലർത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് വരാൻ ഒക്കുമോ എന്നൊക്കെ പേടിക്കുകയാണോ? പേടിക്കണ്ട. നീ ഒറ്റയ്ക്കല്ല. ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, ഓരോ നാളും. ഇന്നത്തെ ദിവസം ഉന്നയിക്കുമ്പോൾ, കർത്താവെ, ഇന്നത്തെ ദിവസം നീ എന്നോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. നാളെ എഴുന്നേൽക്കുമ്പോഴോ, ഓരോ ദിവസവും ഈച്ച് ഡേ, ഓരോ ദിവസവും. അതുപോലെ ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും സകല അധികാരവും എന്റെ കർത്താവിന്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എന്നെ മുന്നോട്ട് നടത്താം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ പിൻപറ്റാനായിട്ടൊരു തീരുമാനമെടുത്ത് സ്നാനപ്പെട്ടെങ്കിൽ എന്നെ അന്ത്യത്തോളം വിശ്വസ്തനായിട്ട് നിൽപ്പാൻ ദൈവം എന്നെ സഹായിക്കും. പലപ്പോഴും സ്നാനപ്പെട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ
ആ, സ്നാനപ്പെടുത്തുന്ന ആള് ചിലപ്പം പറയുന്ന ഒരു ഒരു വചനം അവർക്കൊരു പേടി പോലെ ആകുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ത്യത്തോളം വിശ്വസ്തനായിട്ട് നിൽക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അപ്പൊ ജീവകിരീടം പ്രാപിക്കാൻ ഒരു എന്താ ആ നിലയില് അതിനൊരു നിബന്ധന പറഞ്ഞിരിക്കുക. എന്താ നിബന്ധന? അന്ത്യത്തോളം വിശ്വസ്തനായി നിൽക്കുക. ഇത് കേട്ട് അയ്യോ എനിക്ക് വലിയ അന്ത്യത്തോളം, ഒന്നോ രണ്ടോ ദിവസമല്ല, അന്ത്യത്തോളം വിശ്വസ്തനായിട്ട് നിൽക്കുക, എന്നാൽ മാത്രമേ ജീവകിരീടം കിട്ടൂ. എനിക്കങ്ങനെ കഴിയുമോ എന്ന് പേടിക്കുകയാണോ? കുഞ്ഞെ പേടിക്കണ്ട, പേടിക്കണ്ട. എന്താ? നിന്നോട് ഈ കാര്യം പറഞ്ഞേക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചതാരാ? നിനക്ക് ഒരു തീരുമാനമെടുത്ത് കർത്താവിനായിട്ട് ജീവിക്കും, കർത്താവിന്റെ കൽപ്പന അനുസരിക്കും എന്നൊരു തീരുമാനമെടുത്ത് അതിനായിട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ ഇടയാക്കിയതാരാ? കർത്താവ്. കർത്താവ് അങ്ങനെ നിനക്ക് അതിനുള്ള കൃപ തന്നെങ്കിൽ, നിന്നിൽ അങ്ങനെ ഒരു പ്രവൃത്തി കർത്താവ് ആരംഭിച്ചെങ്കിൽ കർത്താവ് എന്തോ ചെയ്തോളും? അവിടുന്ന് അത് പൂർത്തിയാക്കിക്കൊള്ളും, അന്ത്യത്തോളം അവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളും. അത് ദൈവത്തെ വിശ്വസിക്കുക. ഈ രണ്ട് വചനങ്ങൾ ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എന്തൊക്കെയാ വചനങ്ങൾ? എന്തൊക്കെയാ ധൈര്യത്തിന്റെ വചനങ്ങൾ? സ്വർഗത്തിലും ഭൂമിയിലും. ഭൂമിയിൽ മാത്രം അധികാരമുള്ള ചിലരൊക്കെ പറയുന്ന വാക്കുകളൊക്കെ കേട്ടാൽ പോലും നമ്മൾ പേടിച്ചു പോകും. അവരാരാ? അവര് സത്യത്തിൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു നാട്ടിലോ മാത്രം അധികാരമുള്ള ചില ആളുകളാ. അവര് പോലും പറയുന്നത് എന്താ? വലിയ വലിയ വാക്കുകളാ പറയുന്നത്. എന്നാൽ ഈ സകല ഭൂമിയിലും അധികാരം മാത്രമല്ല, ഭൂമിക്ക് മേളിൽ സ്വർഗത്തിലും അധികാരമുള്ളവനാണ് എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗീയ പിതാവ്. മാത്രമല്ല അവിടുന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങള് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു ധൈര്യം കിട്ടാൻ ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അവിടെ എഴുതി വെക്കാം. ബൈബിളിൽ ഒന്നും എഴുതരുത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ചിലർ ബൈബിള് 35 കൊല്ലമായാലും ഒരു അക്ഷരവും എഴുതിയിട്ടില്ല, ഒരു വര പോലും ഇട്ടിട്ടില്ല. എന്നാൽ ഞാൻ അങ്ങനല്ല. എന്നോട് എന്തെങ്കിലുമൊക്കെ കർത്താവ് പറഞ്ഞാൽ അതൊക്കെ എഴുതി വെക്കാനും ഒക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇതിനെ നമ്മൾ എന്തോ ഒരു പുണ്യഗ്രന്ഥമാണ്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. എങ്കിൽ പോലും അതിനെ എന്ത് ചെയ്യണ്ട? നമ്മൾ അതിനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തണ്ട. നമുക്ക് നമ്മളോട് കർത്താവ് സംസാരിക്കുമ്പോ ആ വചനങ്ങൾക്ക് അടിവരയിടാം. നമ്മുടെ പേരെഴുതിയാൽ നമുക്ക് കൂടുതൽ ധൈര്യമുണ്ടെങ്കിൽ ഓരോ നാളും നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോ സഹോദര സഹോദരി, അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, എന്നോട് എൻ്റെ കർത്താവ് ഇത്രാം തീയതി പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം ഓരോ ദിവസവും നിന്നോട് കൂടെ ഉണ്ട്. വ്യക്തിപരമായ ഒരു ഉറപ്പായിട്ടെടുക്കുക. ബൈബിളിലെ 2000 വർഷം മുമ്പ് 11 ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വചനമായിട്ടല്ല, ഇന്ന് ഈ 2025 ഏപ്രിൽ മാസം ഈ 6-ാം തീയതി ഇന്ന് എന്നോട് എൻ്റെ ദൈവം നേരിട്ട് എന്നോട് പറഞ്ഞ വാക്ക് എന്നുള്ള നിലയിൽ ഈ വാഗ്ദാനങ്ങളെ എടുക്കുക. നമുക്ക് ധൈര്യമുണ്ടാകും. ആട്ടെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ രണ്ട് വാഗ്ദാനങ്ങളും സ്നാനപ്പെട്ടവരും വിശ്വാസ ജീവിതത്തിലേക്ക് തുടങ്ങിയവരും വിശ്വാസ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നവരും ഒക്കെ നമുക്ക് ധൈര്യത്തിനായിട്ട് ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് എടുക്കാം. അവിടെ നിന്നുകൊണ്ട് അതിനിടയ്ക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഇടയ്ക്ക് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങള്, ഒന്ന്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നമ്മളോട് കർത്താവിന്റെ അന്ത്യകൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ന് സ്നാനപ്പെടുത്തിയത്. നമ്മള് ഈ നിലയില് നമ്മുടെ അടുത്ത് വരുന്ന വിശ്വാസത്തിനായിട്ടൊരു നിലപാടെടുക്കുന്ന ആളുകളെ സ്നാനം കഴിപ്പിക്കുക. അതിൻ്റെ അകത്ത് പേടിക്കണ്ട. അത് നമ്മുടെ കർത്താവിന്റെ കൽപ്പനയാ. ഏത് കർത്താവ്? ഭൂമിയിലും സ്വർഗത്തിലും സകല അധികാരമുള്ള കർത്താവിന്റെ കൽപ്പനയാണ്. മാത്രമല്ല ഓരോ ദിവസവും കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ കർത്താവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സ്നാനപ്പെടുത്താനോ ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനോ ആളുകളോട് സുവിശേഷം പറയാനോ ആളുകളെ സഭയിലേക്ക് കൊണ്ടുവരാനോ ഒന്നും പേടിക്കണ്ട. സുവിശേഷ വിരോധികൾ എന്ത് ചെയ്യും, അവര് എങ്ങനെ പെരുമാറും എന്നൊക്കെയാണോ പേടിക്കുന്നത്? പേടിക്കണ്ട പ്രിയപ്പെട്ടവരെ.
ഇതിൻ്റെയൊക്കെ മേലെയാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ഒരു വചനം നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു വചനം റോമർക്ക് എഴുതിയ ലേഖനം, ഇതിനോടുള്ള ബന്ധത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ കണ്ടോ? 11:36, റോമർ 11:36. അവിടെ ഒരു കാര്യം പറയുക, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. കണ്ടോ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സകലവും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ആരാല? അവനാല. എന്നിട്ട് അത് അവങ്കലേക്ക് തന്നെ. അവനിൽ സകലം അവനിൽ നിന്നാണ്, അവനാലാണ്, അവങ്കലേക്കാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവം അറിയാതെ ഒരു കാര്യം പോലും ഈ ഭൂമിയിൽ നടക്കുകയില്ല. ആ കർത്താവിനാലാണ് സകലവും അവനിൽ നിന്നും, സകലവും അവനാലും, സകലവും അവങ്കലേക്കും. അല്ലാതെ നമ്മൾ ഈ കാണുന്ന മറ്റാളുകൾ പറയുന്നതിനെ ഒന്നും നമുക്ക് എടുക്കണ്ട. ആത്യന്തികമായിട്ട് ഈ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഇതിന് മീതെയുള്ള ലോകങ്ങളുടെയും എല്ലാം അധികാരി നമ്മുടെ കർത്താവാണ്. സകലവും അവനാലാണ്, അവനിലൂടെയാണ്, അവങ്കലേക്കാണ് എന്നുള്ള ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും, കർത്താവേ നിനക്ക് എന്നേക്കും മഹത്വം. ആമേ ആമേ എന്നവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ട്, ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഒക്കെ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ സ്നാനം കഴിപ്പിക്കുക. രണ്ടാമത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം, അതിനെല്ലാവരെയും ഉപദേശിക്കണം. മൂന്നാമത് എന്ത് വേണം? സകല ജാതികളെയും ശിഷ്യരാക്കണം. കണ്ടോ, അപ്പൊ സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യം തീർന്നില്ല. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ വിചാരിച്ചേക്കുന്നത് സ്നാനപ്പെട്ടു, അങ്ങനെയല്ല. സ്നാനപ്പെട്ടെങ്കിൽ അതിനെ തുടർന്ന് എന്തു വേണം? നമ്മള് സകലവും ഉപദേശിച്ചുകൊണ്ട്, സകലവും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പൊ അടുത്തൊരു പടിയുണ്ട്. എന്താ? ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ കൽപ്പനകളൊക്കെ പാലിച്ച് കർത്താവിന്റെ ശിഷ്യരാകണം. അല്ലാതെ കേവലം സഭയിൽ ഒരു ശരാശരി വിശ്വാസിയായിട്ട് ഇരുന്നാൽ പോരാ. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ ലോകത്ത് പലപ്പോഴും ശിഷ്യത്വത്തിന്റെ ഒരു സന്ദേശം പലരും അങ്ങ് അവഗണിക്കുക ചെയ്യുന്നു. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞിട്ടുണ്ട്? കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശിഷ്യരാകുക. ശിഷ്യത്വത്തിന്റെ പടികൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശിഷ്യത്വത്തിന്റെ വഴിയിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ ക്രൂശ് എടുത്ത് അവന്റെ പിന്നാലെ, അവന്റെ ഡിസൈപ്പിളായിട്ട് പോകാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോ സ്നാനപ്പെട്ടപ്പം അത് അതിന്റെ അവസാനമല്ല. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങള് എന്ത് വേണം? പ്രിയപ്പെട്ടവരെന്ത് വേണം? അവര് ശിഷ്യത്വത്തിലേക്ക് ഒരു ചുവട് വയ്ക്കണം. ശിഷ്യത്വത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പലയിടത്ത് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തില് നമ്മൾ പലപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ശിഷ്യത്വത്തിന്റെ 3 പടികൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്തൊക്കെയാ അത്? അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വചനത്തിൽ 2 പടികൾ പറയുന്നുണ്ട്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. രണ്ടാമത് മറ്റൊരു കണ്ടീഷനോടെ പറയുന്നുണ്ട്, സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ശിഷ്യത്വത്തിന്റെ മൂന്നാമത് മറ്റൊരു കണ്ടീഷൻ അതിന്റെ 33-ാം വാക്യത്തിലാ പറയുന്നത്, ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കർത്താവ് അന്ത്യകൽപ്പനയിലെ 28-ാം അധ്യായം മത്തായി 28-ന്റെ
19 വാക്യത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് അങ്ങ് വിടാനല്ല പറഞ്ഞേക്കുന്നത്. സ്നാനം കഴിപ്പിച്ച് എന്താക്കണം? ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ് ആ സെന്റൻസ് തീരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പകുതിക്ക് വെച്ച് നിർത്താൻ ഒക്കുമോ? പകുതിക്ക് വെച്ച് നിർത്താൻ ഒക്കുകയില്ല. സ്നാനപ്പെട്ടു, ശരിയാണ്. സ്നാനപ്പെട്ടത് എന്തിനാണ്? ശിഷ്യനാകാനാണ്. ശരി, ശിഷ്യനാകണമെങ്കിലോ? ശിഷ്യനാകണമെങ്കിൽ അതിന് 3 പടികളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്താ? താഴെ അതിന്റെ 33 മുതൽ നമുക്ക് മുകളിലോട്ട് നോക്കാം. 33 എന്താ പറയുന്നത്? തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. അത് വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും ആളുകൾക്ക്, വിശ്വാസികളെന്ന് പറയുന്നവർക്കും പ്രയാസമുള്ള കാര്യമാണ്. എന്താ? ഈ ലോകത്ത് വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്ന ആളുകൾക്കും പലതുമുണ്ട്. സ്വന്തം എന്ന് പറയാവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടുണ്ട്, നമ്മുടെ വാഹനമുണ്ട്, നമ്മുടെ വസ്തുവകകളുണ്ട്, നമ്മുടെ കമ്പനിയോ ഫാക്ടറിയോ ഉണ്ടെങ്കിൽ അതുണ്ട്, ഓഫീസ് നടത്തുന്നവരാണെങ്കിൽ അതുണ്ട്. അങ്ങനെ നമ്മുടേത് എന്ന് പറയുന്നത്, നമ്മൾക്കുള്ളത് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെയും എന്ത് വേണം? ശിഷ്യനാകാൻ ഒന്നാമത് വിട്ടുപിരിയണം. അയ്യോ, വിട്ടുപിരിഞ്ഞാൽ അപ്പൊ ഇത് എല്ലാം ഉപേക്ഷിച്ചേച്ച് നമ്മള് നാളെ അങ്ങ് യഹൂദ നാട്ടിന് അങ്ങ് പോയി ഒരു പിൽഗ്രീമായിട്ട് അങ്ങ് പോകാനാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. നമുക്കറിയാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. നമ്മള് പിന്നെയും ശിഷ്യനായി കഴിഞ്ഞും നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യും. നമുക്ക് നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്ന അതേ വീട്ടിൽ തന്നെ നമ്മൾ താമസിക്കും. നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന അതേ ജോലി തന്നെ നമ്മൾ ചെയ്യും. അതേ വാഹനത്തിൽ തന്നെ കയറി നടക്കും. പക്ഷേ അതിനോടുള്ള ഏതോ ഒരു മാനസികമായ അടുപ്പം എന്തായി? നമ്മള് ആ ബലിപീഠത്തിൽ വെച്ചു. കർത്താവേ, ഇതൊക്കെ നീ എനിക്ക് തന്നതാണ്. നിന്നോടുള്ളതിനേക്കാൾ കവിഞ്ഞ് എൻ്റെ ഈ വസ്തുവകളെ ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് പറഞ്ഞ് നമുക്കുള്ള പൊസഷൻസിനെ, നമുക്ക് ദൈവം തന്ന വസ്തുവകകളെ, നമുക്ക് തന്ന ഈ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അടിയറ വയ്ക്കണം. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം, അല്ലാതെ ഈ വസ്തുവകകൾക്കല്ല. നമ്മൾ ഇതിനോട് മാനസികമായിട്ടൊരു വേർപാട് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതാണ് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പടി. രണ്ടാമത്തെ പടി നമ്മൾ 26 വാക്യത്തിൽ കണ്ടു. എന്താ? ബന്ധങ്ങളോട് ബന്ധങ്ങൾ. അവിടെ ബന്ധങ്ങളൊക്കെ എടുത്തു പറഞ്ഞിരിക്കുക. അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, ഇവരൊക്കെ പിന്നെയും ഉണ്ട്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ഉണ്ട്. അവരോടൊക്കെയുള്ള കടപ്പാട് നമ്മൾ പിന്നെയും ചെയ്യണം. പക്ഷേ അവര് ദൈവത്തെ നമ്മൾ ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുന്നു, നമ്മുടെ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും മറ്റേ തട്ടി വെക്കുന്നു. ഏത് തട്ടാ താണ് കിടക്കേണ്ടത്? ഏത് തട്ടാണ്? ദൈവത്തിന്റെ തട്ടാണ് താണ് കിടക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ അപ്പനോടും അമ്മയോടും ഒക്കെയുള്ള കടപ്പാട് നമ്മൾ പാലിക്കണം. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അവരെ സ്നേഹിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ കർത്താവിനോടുള്ള സ്നേഹത്തെ കവിഞ്ഞ് നമ്മുടെ ബന്ധങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കരുത്. ശിഷ്യന്റെ രണ്ടാമത്തെ ലക്ഷണമാണ്. ശിഷ്യന്റെ മൂന്നാമത്തെ ലക്ഷണവും അവിടെ 26 വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താ? സ്വന്തം ജീവനെയും പകയ്ക്കുക. നോക്കുക, പകയ്ക്കുക എന്ന് സാധാരണഗതിയിൽ വളരെ കഠിനമെന്ന് തോന്നുന്ന ഒരു വാക്കാണ് അവിടെ എല്ലാം പറയുന്നത്. വിട്ടുപിരിയുക, പകയ്ക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിൽ നിന്നുള്ള ആന്തരികമായ ഒരു വിട്ടുപിരിയലാണ്, ആന്തരികമായ ഒരു വേർപാടാണ്. നമ്മൾ പക്ഷെ ഇതിനോടൊക്കെ വേർപെട്ട ഏതിനോടടുത്തു? കർത്താവ്, എൻ്റെ മാസ്റ്റർ, എൻ്റെ ലോർഡ്, എൻ്റെ കർത്താവ്. നമ്മൾ കർത്താവ് എന്ന് പറയാറുണ്ടല്ലോ. ഒരു ശിഷ്യനാണ് കർത്താവ് എന്ന് പറയാൻ ഒക്കുന്നത്. അങ്ങനെ ഒരു ശിഷ്യത്വത്തിന്റെ വഴിയിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമ്മളായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ അതേ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും, അതേ ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ പുലർത്തും. പക്ഷേ അതിനൊക്കെ എന്താ? ദൈവത്തെക്കാൾ
കുറഞ്ഞ സ്ഥാനമേ ഉണ്ടാകാവൂ. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. ഇവിടെ അതിന്റെ മൂന്നാമത്തെ പടി, അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, സ്വന്തം ജീവനെ കൂടെ. പലർക്കും അവരുടെ വസ്തുവകകളെ പകയ്ക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ബന്ധങ്ങളോട് ആരോഗ്യകരമായ ഒരു വേർപാട് എളുപ്പമാണ്. പക്ഷെ സ്വന്തം ജീവനോട് ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? സത്യത്തിൽ അവരവരെ തന്നെ. സ്വയസ്നേഹികളാണ് മനുഷ്യരൊക്കെ. സ്വന്തം ജീവനെയാണ്. ഞാൻ അതുകൊണ്ടാ ഞാൻ പറഞ്ഞിട്ട് ആള് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത്. അതുകൊണ്ടാ. ഞാൻ എന്ന് പറയുന്ന ഒരു വലിയ ഞാനാ അവരവരെ സംബന്ധിച്ച്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? സഹോദര, നീ ശിഷ്യനാകണമെങ്കിൽ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കണം. അപ്പോ ഇവിടെ കണ്ടോ, നമ്മൾ മത്തായി 28 മടങ്ങി വരുമ്പോ അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നു, നമ്മൾ എന്ത് വേണം? സ്നാനപ്പെട്ടതിന് ശേഷം നമ്മള് ശിഷ്യരാകണം. കുഞ്ഞുങ്ങളെ, സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ജീവിതത്തില് ഇന്ന് ഈ കൽപ്പന അനുസരിച്ചത് കൊണ്ട് കാര്യമായില്ല. ശിഷ്യത്വത്തിന്റെ വഴിയിൽ ഈ 3 പടികളും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സ്നാനപ്പെട്ട് വർഷങ്ങളായിട്ട് സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ശിഷ്യത്വം എങ്ങനെയിരിക്കുന്നു? ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും സ്വന്തം ജീവനാണോ പ്രധാനം? എന്നെ കണ്ടപ്പം മിണ്ടിയില്ല, എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞത് കേട്ടില്ല? ഞാൻ സ്വന്തം ജീവനെ പകയ്ക്കുക, സ്വന്തം ജീവനെ പകയ്ക്കുക. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. ഓ, എന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് എനിക്ക് കുറി മാത്രമേ അയച്ചുള്ളൂ, അവര് നേരിട്ട് വന്ന് എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് പോകുന്നില്ല. നമ്മൾ ആരാ? പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വ്യർത്ഥമായ കാര്യങ്ങളാ നമ്മൾ താലോലിച്ച് കൊണ്ട് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ ഉണ്ടാകണം. കർത്താവിന്റെ ഒരു ശിഷ്യനായാൽ സത്യത്തിൽ നമ്മൾ എന്തിലേക്കാ ചുവട് വയ്ക്കുന്നത്? സ്വാതന്ത്ര്യത്തിലേക്കാ ചുവട് വയ്ക്കുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ പൊസഷൻസിന്റെ അടിമകളല്ല നമ്മൾ, നമ്മുടെ ബന്ധങ്ങളുടെ അടിമകളല്ല നമ്മൾ, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ മതിപ്പിന്റെ അടിമകളല്ല നമ്മൾ. നമ്മൾ അതിൽ നിന്നൊക്കെ മോചനം നേടി കർത്താവിന്റെ മാത്രം ആ നിലയിൽ ശിഷ്യരായിട്ട് നിൽക്കുമ്പോൾ മറ്റെല്ലാറ്റിൽ നിന്നും സ്വാതന്ത്ര്യം. ശിഷ്യരാകുക എന്നൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് വലിയൊരു അടിമത്വമാണ്, കർത്താവിന്റെ ശിഷ്യനാകുന്നത്. അങ്ങനെയല്ല. ഇന്ന് ഈ ലോകത്ത് മനുഷ്യരെയൊക്കെ അടിമകളാക്കി വെച്ചിരിക്കുന്ന 3 കാര്യങ്ങളാ നമ്മളിവിടെ ശിഷ്യത്വത്തിന്റെ 3 പടികളായിട്ട് കണ്ടത്. എന്തൊക്കെയാ? അവരുടെ വസ്തുവകകൾ, അവരുടെ ബന്ധങ്ങൾ, അവർക്ക് അവരെ കുറിച്ച് തന്നെയുള്ള മതിപ്പുകൾ. ഇത് 3നോടും നോ പറഞ്ഞ് കർത്താവിന്റെ ശിഷ്യനായി നിന്നാൽ സത്യത്തിൽ സ്വാതന്ത്ര്യമാണ്. കർത്താവ് പറയുന്ന മാത്രം കേട്ടാ മതി, കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ചാ മതി, കർത്താവിന്റെ മാത്രം ശിഷ്യനായിട്ട് നിന്നാ മതി. അതുകൊണ്ട് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട, ഇത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. അതുകൊണ്ട് ഈ ശിഷ്യത്വത്തിന്റെ 3 പടികൾ കർത്താവ് എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനായിട്ട് സമർപ്പിതരായി മുന്നോട്ട് പോവുക. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നിലയില് ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഒന്ന്, അവര് ശിഷ്യത്വത്തിലേക്ക് കടക്കണം. അത് ദൈവം നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, നിങ്ങൾക്കുള്ള ഒരു വിളിയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായി. ദൈവമേ, എന്നെ ഒരു ശിഷ്യനാക്കണേ, ശിഷ്യയാക്കണേ. അതിന് ഞാൻ ചെയ്യേണ്ട ആ വ്യവസ്ഥകൾ ഞാൻ പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നേരത്തെ വർഷങ്ങളായിട്ട് സ്നാനപ്പെട്ട് സഭയിലുള്ള പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് കർത്തൃമേശയിലും പങ്കെടുക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? കർത്താവേ, ഞാൻ നാളുകൾക്ക് മുമ്പ് സ്നാനപ്പെട്ടതാണ്, അന്നേ നീ എന്നോട് പറഞ്ഞ സ്നാനപ്പെട്ട് എന്ത് വേണം? ശിഷ്യനാകാൻ പറഞ്ഞതാ. പക്ഷേ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന മേഖലകളിൽ ഞാൻ ശിഷ്യനായിട്ടില്ല. ഇന്നും ചില ബന്ധങ്ങളാണ് നിന്നേക്കാൾ എനിക്ക് പ്രധാനം. അങ്ങനെയാണോ?
അങ്ങനെയാണെങ്കിൽ ആ കാര്യം ദൈവസന്നിധിയിൽ അടിയറ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായത്തിനായി ഇതിൽ നിന്നൊരു വേർപാടുണ്ടാകാൻ, കർത്താവെ നിനക്കായിട്ട് തന്നെ എന്നെ സമ്പൂർണമായിട്ട് സമർപ്പിപ്പാൻ എന്നെ സഹായിക്കണേ എന്ന് ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. ആഗ്രഹിക്കുന്ന ആത്മാക്കൾ, നമുക്കൊരു ശിഷ്യത്വത്തിനായിട്ട് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് ആഗ്രഹം വിട്ടുകളയാതിരിക്കുക. പല നാളുകളായിട്ട് ഇപ്പോഴും ഇത് യാഥാർത്ഥ്യമായിട്ടില്ലയോ? അത് കണ്ട് പേടിക്കണ്ട. നീ ആഗ്രഹിക്കുക, അതിനായിട്ട് സമർപ്പിക്കുക, അതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് യാഥാർത്ഥ്യമാക്കി തന്നുകൊള്ളും. ദൈവത്തെ വിശ്വസിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ സ്വർഗീയ പിതാവ് എന്ന് വിശ്വസിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ മത്തായി 28 അവസാന വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവര് എടുക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അവര് ശിഷ്യത്വത്തിലേക്ക് വരണം, ശിഷ്യത്വത്തിലേക്ക് വരണം. അതുപോലെ തന്നെ അവിടെ കണ്ടോ, അവിടെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും, എന്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞ് നമ്മൾ തൃപ്തിപ്പെടാൻ ഒക്കുകയില്ല. ഞാൻ കൽപ്പിച്ചതൊക്കെയും അത് മുഴുവൻ ഉപദേശിച്ച് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരേണ്ട ഒരു കാര്യം എന്താണ്? ഞാൻ വേഗത്തില് ഇങ്ങനെ പറയാം. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധാത്മ നിറവ് എന്നൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്ന ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ചിലർ പറയുന്നു എന്താ അതൊക്കെ 1-ാം നൂറ്റാണ്ടിൽ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ബൈബിള് യഥാർത്ഥമായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങള്, അതുപോലെ ലേഖനങ്ങൾ, പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഒരാൾക്കും വീണ്ടും ജനിക്കാനായിട്ട് കഴിയുകയില്ല. ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ ഉറപ്പുവരുത്തിയത് അവര് വീണ്ടും ജനിച്ചവരാണോ, മാനസാന്തരപ്പെട്ടവരാണോ, രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ഉറപ്പുവരുത്തി. അങ്ങനെയുള്ളവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം നേരത്തെ അവർ ഓരോരുത്തരോട് സംസാരിച്ച് ഉറപ്പുവരുത്തിയത്. അപ്പോ രക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ജനിച്ച മാനസാന്തരപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം രക്ഷിക്കപ്പെട്ടപ്പോ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എല്ലാമായി പരിശുദ്ധാത്മാവ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ കയ്യാളി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് ബൈബിള് നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് പ്രാപിക്കുന്ന ഒരനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുന്ന ആദ്യ സന്ദർഭത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പല വാക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയോ? രക്ഷിക്കപ്പെടുന്ന ഒരാളുടെ ഹൃദയത്തിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. നമുക്ക് രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിൽ ആ നിലയില് പരിശുദ്ധാത്മാവുണ്ടോ? പഴയ നിയമത്തിൽ തന്നെ നമുക്ക് പരിചയമുള്ള, നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള ഒരു വാക്യം നോക്കാം. എസ്കേലിന്റെ പുസ്തകം അതിന്റെ 36-ാമത്തെ അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ നോക്കുക. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഇതെപ്പോഴാ നടക്കുന്നത്? നമുക്കൊരു പുതിയ ഹൃദയം കിട്ടുന്നത് എപ്പോഴാ? പുതിയ ഹൃദയം ലഭിക്കുന്നത് എപ്പോഴാ? വീണ്ടും ജനനത്തിലാ ലഭിക്കുന്നത്, അല്ലേ? അതുവരെ നമ്മൾ ഈ ലോകത്തില്
നമ്മുടെ പഴയ ഹൃദയവും പഴയ കാര്യങ്ങളുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. ബോണഗെയിൻ അല്ലെങ്കിൽ മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തെക്കുറിച്ചാണ് പുതിയ ഹൃദയം എന്നിവിടെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അതെപ്പോഴാ? ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരുമ്പം തന്നെയാണ് ഞാൻ എന്തോ ചെയ്യുന്നത്? എൻ്റെ ആത്മാവിനെ ആ ഹൃദയത്തിൽ ആക്കും, നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. കണ്ടോ, അടുത്ത വാക്യവും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ എന്തുണ്ട്? അവന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവന് താല്പര്യമുണ്ട്. അവനെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുന്നത് ആരാണ്? അവന്റെ ഹൃദയത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോ കടന്നു വന്ന പരിശുദ്ധാത്മാവാണ്. കല്ല് പോലുള്ള അതുപോലെ ഉള്ള ഹൃദയം മാറ്റി മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും, എന്നിട്ട് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ആ ആത്മാവാണ് അബ്ബാ പിതാവേ എന്ന ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. നമ്മള് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യം പറയുന്ന മറ്റൊരു വാക്യം നോക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. എഫേസ്യർ 1:13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. അപ്പോ ആ വചനം കേട്ടു. ഒന്നാമത് വചനം കേട്ടു. എപ്പോഴാ ആദ്യമായിട്ട് വചനം കേൾക്കുന്നത്? രക്ഷിക്കപ്പെടുമ്പോഴാ ആദ്യമായിട്ട് വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ വചനം ആ നിലയിൽ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ ആ സത്യവചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും, കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് എന്തോ സംഭവിച്ചു? തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്താ സംഭവിച്ചത്? രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. വചനം കേട്ട്, ആ സുവിശേഷം കേട്ട്, സുവിശേഷം എന്ന സത്യവചനം കേട്ട് വിശ്വസിച്ച് ദൈവമകനായി തീർന്നു, ദൈവമകളായി തീർന്നു. അന്നേരം എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് നമ്മൾ മുദ്രയിടപ്പെട്ടു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. എസ്കേലിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. പുതിയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിലയില് നമുക്ക് ഒട്ടേറെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് എടുത്ത് വായിക്കാൻ കഴിയും. പക്ഷെ സമയ ചുരുക്കം മൂലം ഞാൻ ഈ 2 വാക്യങ്ങൾ മാത്രമേ, ഹെസ്കേലിന്റെ പുസ്തകം 36-26-27 വാക്യങ്ങള്, എഫേസ്യർ 1:13-14 വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു വായിക്കുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3:5 നോക്കുക. ആമേൻ ആമേൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. അപ്പൊ വീണ്ടും ജന്മം എങ്ങനാ? വെള്ളത്താൽ എന്ന് പറയുമ്പോൾ സ്നാനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, ദൈവവചനത്തെ വെള്ളത്തോട് ഉപമിച്ച്. അപ്പോ ദൈവവചനത്താലും അതുപോലെ തന്നെ ആത്മാവിനാലും. അപ്പൊ വീണ്ടും ജനനം, ആത്മാവിനാലുള്ള ജനനം, പരിശുദ്ധാത്മാവ് അന്നേരം നമ്മുടെ ഉള്ളിൽ വന്നു. 1 പത്രോസ് 1:23, യാക്കോബ് 1:18,
അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 3:16, റോമർ 8:9, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്നാ പിന്നെ ഇപ്പോഴെന്താ പറയുന്നത്? രക്ഷിക്കപ്പെട്ടപ്പോ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. എന്നാലും നമ്മൾ കാണുന്നത് രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ വർത്തമാനമായ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം പ്രാപിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ അതിനുണ്ട്. അന്യഭാഷാ ഭാഷണം അതിലൊരു ലക്ഷണമാണ്. അതുപോലൊക്കെയുള്ള ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് പ്രാപിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് പ്രാപിക്കുന്ന ആദ്യ സന്ദർഭത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചോ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് അത് ലഭിച്ചോ, ലഭിച്ചു എന്ന് പറയുന്നത് അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. നമ്മള് അപ്പോസ്തലപ്രവൃത്തി രണ്ടാമധ്യായത്തില് നമ്മൾ പത്രോസിന്റെ പ്രസംഗത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അതിന്റെ 38 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2-ാം എന്താ സംഭവിച്ചത്? അവിടെ പെന്തക്കോസ്ത് നാള് വന്നപ്പോ ഇവര് പ്രാർത്ഥിച്ചു. ആ നിലയില് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് അവർക്കുണ്ടായി. ആളുകളൊക്കെ ആ ശബ്ദം കേട്ട് ഓടിക്കൂടി അവരോട് പത്രോസ് പ്രസംഗിക്കുക. പത്രോസ് പ്രസംഗിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യം കണ്ടോ? അതിന്റെ 38-ാമത്തെ വചനം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടുക, വീണ്ടും ജനിക്കുക, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക. ആ സമയത്ത് എന്തുണ്ടാകും? ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ മുദ്രയെന്നാണ് അതിനെ പറഞ്ഞേക്കുന്നത്. അതുണ്ടാവും. തീർച്ചയായിട്ടും അതുണ്ട്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ എന്നിട്ട് പിന്നീട് എന്തോ വേണം? മാനസാന്തരപ്പെട്ട ഒരാള് തുടർന്ന് സ്നാനപ്പെടണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അപ്പൊ സ്നാനപ്പെട്ടാൽ എന്തോ സംഭവിക്കും? എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവിടെ പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്ന് പറയുന്നത് പെന്തക്കോസ്ത് നാളിൽ പ്രകടമായതുപോലെയുള്ള ആ നിലയിലുള്ള ലക്ഷണങ്ങളോടുകൂടിയ പരിശുദ്ധാത്മാവിന്റെ നിറവിനെയാണ് പത്രോസ് പരിശുദ്ധാത്മാ ദാനം എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, വിശ്വാസ ജീവിതത്തിലെ മൂന്ന് ഉപദേശങ്ങളും ഒരൊറ്റ വാക്യത്തിൽ ഇവിടെ സംക്ഷേപിച്ചിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, ബോൺ അഗെയിൻ ആകണം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും എന്ന് നമ്മൾ പല വാക്യങ്ങൾ കണ്ടു. എസ്കേലിലെ വാക്യം, എഫേസിലെ വാക്യം ഒക്കെ കണ്ടു. എന്നാൽ അങ്ങനെ മാനസാന്തരപ്പെട്ട ഒരാൾ അവിടെ കൊണ്ട് നിന്നു പോകരുത്. രക്ഷിക്കപ്പെട്ട ഒരാൾ അതുകൊണ്ട് നിന്നു പോകരുത്. എന്തു വേണം? ആള് സ്നാനപ്പെടണം. കഴിഞ്ഞ ദിവസം ഒരു മോൻ ഇവിടെ വന്നു. ഇവിടുന്നോ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്. അവന് ഞങ്ങൾ തമ്മിൽ ഇവിടെ ഇരുന്ന് തന്നെ സംസാരിച്ചപ്പോ ആ മോന് വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ അവനൊരു സമുദായത്തില് ഒരു സഭയില് ആണ്. അവന്റെ മാതാപിതാക്കളൊക്കെ അതിലാ നിൽക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെയും ഭാര്യയെയും ഒന്നും വിഷമിപ്പിക്കാൻ അവന് മടിയുള്ളതുകൊണ്ട് അവൻ ഇതേവരെ സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാ അങ്ങളെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനോട് സംസാരിച്ചപ്പോ എനിക്കും അത് ബോധ്യമായി. രക്ഷയുടെ അനുഭവം ഉണ്ട്. പിന്നെന്താ സ്നാനപ്പെടാഞ്ഞത്? സ്നാനപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? നീ രക്ഷിക്കപ്പെട്ടതാണോ? പത്രോസ് അവനോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ എന്തോ വേണം? സ്നാനപ്പെടണം. ശരി, സ്നാനപ്പെട്ടിട്ട് അവിടെ നിന്നാ മതിയോ? ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങള് ഞാന് ഏപ്രിൽ 6-ാം തീയതി അവിടെ CFCയിൽ സ്നാനപ്പെട്ടതാ എന്ന് പറഞ്ഞാ മതിയോ? പോരാ. നിങ്ങൾ എന്ത് വേണം? ഇവിടെ പത്രോസ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എന്നൊരു സെക്കൻഡ് എക്സ്പീരിയൻസ്, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരനുഭവം നിങ്ങൾക്കുണ്ടാകണം. അതിനായിട്ട് നിങ്ങൾ വാഞ്ചിക്കണം എന്ന് പറയും. അതിനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമെന്നോ നിറവെന്നോ ഒക്കെ ഒട്ടേറെ വാക്യങ്ങളുണ്ട്. നമുക്കിപ്പോ
അതൊന്നും എടുത്ത് വായിക്കാൻ സമയമില്ല. 2 കൊരിന്ത്യർ 1:2 നോക്കുക. നിങ്ങളെ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. പരിശുദ്ധാത്മാവിനാൽ അപ്പോഴ് ഒരു മുദ്രയിടൽ മാത്രമല്ല. രക്ഷിക്കപ്പെട്ടപ്പം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 1:2 മുദ്ര മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്യും. 1 യോഹന്നാൻ 2:20 എന്താ പറയുന്നത്? നിങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം എന്നവിടെ പറയും. 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ പുതിയ ആത്മീയ തലങ്ങളിലേക്ക് നടത്തും എന്നൊക്കെ പറയും. അപ്പൊ പ്രിയപ്പെട്ടവരെ, കേവലം രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവം കൂടെ ഇവിടെ ഇതാ പുതിയ നിയമവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ ആ ഒരു കാര്യം, സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് 2 കാര്യങ്ങളാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞത്. ഒന്നെന്താ പറഞ്ഞത്? സ്നാനപ്പെട്ടെങ്കിൽ നിങ്ങൾ ആകണം? ശിഷ്യരും ആകണം, ശിഷ്യരാകണം. ശിഷ്യത്വത്തിന്റെ 3 പടികൾ. നമ്മള് ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയുള്ള കാലം ഞാൻ കർത്താവിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കും. ഓക്കെ, അപ്പൊ തന്നെ നിന്റെ സ്നേഹബന്ധങ്ങളിൽ ഒരു മാറ്റം വേണം. എനിക്കുള്ളതിനേക്കാൾ കവിഞ്ഞ് ഞാൻ കർത്താവിനെ സ്നേഹിക്കും. എൻ്റെ ബന്ധങ്ങളെക്കാൾ കവിഞ്ഞ് ഞാൻ കർത്താവിനെ സ്നേഹിക്കും. എനിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ കവിഞ്ഞ് ഞാൻ കർത്താവിനെ സ്നേഹിക്കും. അതാണ് ശിഷ്യത്വത്തിന്റെ പടികൾ. അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ സ്നാനപ്പെട്ടു. പത്രോസ് എന്താ പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞത്? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അതുകൊണ്ട് തീർന്നു എന്നാണോ? അല്ല. എന്നാൽ സ്നാനപ്പെട്ടാൽ തുടർന്ന് എന്ത് വേണം? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്ക് വേണം. അതിനായിട്ട് ചോദിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം എന്തോ ചെയ്യും? തൃപ്തിപ്പെടുത്തും. നിങ്ങൾ സ്നാനപ്പെട്ടു എന്നൊക്കെയുള്ള ശരിയാ, പക്ഷെ മുന്നോട്ട് പോകുമ്പം പലയിടത്തും മുന്നോട്ട് പോകുമ്പം ഒരു ശക്തിയുടെ കുറവ് ചിലപ്പോ ഫീൽ ചെയ്യും. അയ്യോ, അത് ചെയ്യണം എന്നെനിക്കുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ഒരു ശക്തിയില്ല. ഞാൻ പറഞ്ഞ മോന്റെ കാര്യം പറഞ്ഞ പോലെ അവനൊരു കൽപ്പന അനുസരിക്കണമെന്നുണ്ട്, അത് ശരിയാണെന്നും അറിയാം. പക്ഷെ ബന്ധുക്കളെ പേടിച്ച് എങ്ങനെ അത് ചെയ്യും? ശക്തിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ശക്തി തരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എനിക്കുണ്ടല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. ഉണ്ട്. അത് പക്ഷേ നിന്റെ ഹൃദയത്തിൽ മുദ്രയിട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതൊരു സാന്നിധ്യം മാത്രമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവും അഭിഷേകവും അതിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവവും, അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റിന്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതും നമ്മൾ പ്രാപിക്കണം. അതെങ്ങനെ പ്രാപിക്കാൻ ഒക്കും? ചോദിക്കുക. ഒന്നാമത്, ഏത് ആത്മീയമായ അനുഭവവും നമ്മൾ അതിലേക്ക് കടക്കുന്നതിന്റെ പടികൾ എന്തൊക്കെയാ? ഒന്നാമത് ദൈവവചനത്തിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് കാണണം. ഇന്നിപ്പോൾ നമ്മളത് കണ്ടിരിക്കുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പത്രോസിന്റെ പ്രസംഗത്തിലെ അപ്പോസ്തല പ്രവൃത്തി 2 ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. അതൊരു സത്യമാണ്. അത് നിന്നു പോയിട്ടില്ല. അത് ഇന്നുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു. അതിന്റെ ലക്ഷണങ്ങള് ചിലപ്പോ നമ്മുടെ പെന്തക്കോസ്തുകാരന്മാർ പറയുന്നത് പോലെ പരിമിതപ്പെട്ടാണോ, അതിന്റെ ഒത്തിരി ഉപദേശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. അത് രക്ഷയിലുള്ള പരിശുദ്ധാത്മാവിന്റെ കേവല സാന്നിധ്യം പോരാ. പരിശുദ്ധാത്മാവിനാൽ ഭരിച്ച് അഭിഷേകം പ്രാപിച്ച് നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് ശക്തിയോടെ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് എനിക്കത് വേണം. കർത്താവേ, എന്നെ കടന്നു പോകല്ലേ, നീ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നാമത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് കാണണം. കണ്ടാൽ രണ്ടാമത്തെ പടി എന്താ?
ആ കണ്ട സത്യം എന്നെ സംബന്ധിച്ച് ഇതേവരെ ശരിയായിട്ടില്ല എന്ന് കണ്ട് എനിക്കത് തരണേ എന്നൊരു വാഞ്ചയും നിലവിളിയും രണ്ടാമത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതുണ്ടായാൽ അതിനായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ട് തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ തൊട്ടു മുമ്പിലുള്ള രണ്ട് കാര്യങ്ങളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്: ഒന്ന്, ശിഷ്യത്വത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഭരിച്ച് നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. അതൊരു യാഥാർത്ഥ്യമായി തീരണം. കേവലം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ക്രിസ്തീയ ലോകത്തിലുള്ള ചില ആളുകൾ പറയുന്നത് പോലെ കേവലം ഒരു അനുഭവത്തിന് വേണ്ടിയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് എനിക്ക് ശക്തി വേണം കർത്താവേ, ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം ഇല്ലാതെ പറ്റുകയില്ല എന്ന് കണ്ടെത്തി അത് ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു ആഗ്രഹത്തോടെ, വാഞ്ചയോടെ അതിനായിട്ട് ദൈവമുഖം അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോൾ ദൈവം അത് തരും. ശരി, നേരത്തെ സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവർക്കോ നമുക്കും ഈ രണ്ട് കാര്യം നമുക്ക് ചോദിക്കാം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഞാൻ സ്നാനപ്പെട്ടിട്ട് ഇത്ര നാളുകളായി, പക്ഷേ ഞാനൊരു ശിഷ്യത്വ ജീവിതത്തിലേക്ക് ഇതേവരെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ കർത്താവേ, നീ സ്നാനപ്പെടുക. മത്തായി 28 നമ്മൾ കണ്ടത് എന്താ? സ്നാനപ്പെട്ട് തുടർന്ന് സകല കൽപ്പനകളും അനുസരിച്ച് ശിഷ്യരാകണം. അത് അതിന്റെ കണ്ടിന്യൂഷൻ. കർത്താവെ, എന്നെ ഒരു ശിഷ്യത്വ ജീവിതത്തിലേക്ക് നയിക്കണേ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിലേക്ക് എന്നെ നയിക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം ആ നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ മുമ്പില് കർത്തൃമേശയും ഉണ്ടല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലും നേരത്തെ മുതലേ സഭയിലായിരിക്കുന്നവരോടുള്ള ബന്ധത്തിലും നമ്മൾ കണ്ട രണ്ട് കാര്യങ്ങൾക്കായിട്ടും നമുക്ക് വാഞ്ചയോടെ ചോദിക്കാം.